ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ച് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ലതാണ് കഴിക്കാനൊക്കെ. ഈ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ കാണില്ല, അവർക്ക് വേണ്ടി നല്ലൊരു ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. 2 പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് പാല് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. അരച്ചത് ലേശം ഉപ്പിട്ട് കൊടുക്കാം. പാനൊന്ന് കത്തിച്ച് അടുപ്പിൽ വെച്ച് ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുട്ടിയെടുക്കാം. ചെറുതായിട്ടൊന്ന് അലത്തിയെടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിത് അതിനകത്തോട്ട് ഇതിനകത്തിട്ട് ഇളക്കിയെടുക്കാം. തവി ഇളക്കുന്നതിനെക്കാട്ടും നമുക്ക് ഫോർക്ക് വെച്ച് ഇങ്ങനെ നടക്കാം, അതാണ് നല്ലത്. നമ്മുടെ കട്ടയൊക്കെ മാറുന്നുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ കട്ട മാറുന്നത്. തവി വെച്ച് ഇളക്കി പക്ഷേ കട്ട പിടിക്കും, അതുകൊണ്ടാണ് മാറത്തില്ല. ഇതാകുമ്പം കട്ടയൊക്കെ മാറുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ബേക്കിംഗ് സോഡ 1 സ്പൂൺ വേണം. ഇതൊന്ന് നമുക്ക് ഇളക്കി വെക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ കളറിന് വേണ്ടി. ഇപ്പം എല്ലാം നമ്മുടെ ഇളക്കിയെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് എന്നിട്ട് ചുട്ടെടുക്കാം. ദോശയൊക്കെ ചുടുന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നിരത്തിയൊന്നും കൊടുക്കണം, നമ്മളിങ്ങനെ ചുട്ടെടുക്കാം. ചെറിയ ചെറിയ ഹോൾസൊക്കെ വരുന്നുണ്ട്. തീ മീഡിയം കൊടുക്കണം. അപ്പം നല്ലോണം വന്നിട്ട്
അടച്ച് നമുക്ക് പാത്രത്തിലോട്ടിടാം. നമുക്കിത് ഇളക്കിയെടുക്കാം. അടച്ചു കൊടുക്കാം. പാത്രത്തിലോട്ടിടാം. ഇങ്ങനെ ഓരോരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. അടച്ചു കൊടുക്കാം. പ്ലേറ്റിലോട്ടിടാം. പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. പാത്രത്തിലോട്ടിടാം. നമ്മുടെ ഏത്തപ്പഴം വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നാളെ വരാം. പാടില്ല, എളുപ്പം നമുക്ക് തയ്യാറാക്കാം. ദോശ ചുടുന്ന മാതിരി അങ്ങ് ചുട്ടാൽ നല്ലതാണ്. എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ് ഏത്തപ്പഴം വെച്ചുള്ള. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. വീഡിയോ ഫുള്ളായി കാണണം, പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം.